ഹലോ, എല്ലാവരും വിശേഷം സുഖമാണോ? അമ്മക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു, 9-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ വീഡിയോ നിങ്ങൾക്കറിയാലോ, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ വീഡിയോ ഇടും, ചിലപ്പോൾ വീഡിയോ ഇടില്ല, അങ്ങനത്തെ ഇതാണ്ടോ. ഇന്ത്യയിലൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ അത് ചെയ്യൂല, ചിലപ്പോൾ അങ്ങനെ. ഇത്രയും ദിവസം ഹോസ്പിറ്റലായപ്പോഴുള്ള പല ആൾക്കാരും പല വീഡിയോകളൊക്കെ ഇടലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, തമ്പൊരു വീഡിയോ ഒക്കെ എന്താ ഇടാത്ത ചെയ്യാത്തതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും കേട്ടോ. ഹോസ്പിറ്റലിൽ പല ആൾക്കാരുള്ളതല്ലേ, കാര്യങ്ങളൊക്കെ അല്ലല്ലേ. അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിടാൻ വേണ്ടി ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ നടത്തില്ല. ഹോസ്പിറ്റൽ വിശേഷം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ 9 മണിക്കാണ് വീട്ടിലെത്തിയത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് വണ്ടൂർ മിംസ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ എത്തി, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഓപ്പറേഷനല്ല, പ്രസവം നിർത്തിയതിൽ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം 2 കുഞ്ഞു ചേച്ചിമാർക്ക് ഒരു കുഞ്ഞാങ്ങളക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിലാണ്. എനിക്കൂടെ എത്തിയിട്ടുണ്ട്. 9-ാം തീയതി ആയിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. 9-ാം തീയതി പകൽ 6:34 ഇങ്ങോട്ടൊരു കുഞ്ഞാവ ജനിച്ചത്. തൂക്കം പറഞ്ഞാൽ 2,600 നോർമൽ തൂക്കമായിരുന്നു. എനിക്ക് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം ഉണ്ടായിരുന്നു, വയറൊക്കെ നല്ലോണം വയറുണ്ടായിരുന്നു കേട്ടോ. ഗർഭപാത്രത്തിൽ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡേറ്റ് എനിക്ക് ശരിക്കും ഏപ്രിൽ 25 സ്കാനിങ് ഡേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ 9-ാം മാസമൊക്കെ ആയപ്പോഴേക്കും ഉള്ളിൽ നോക്കിയപ്പോൾ ചെറിയതായ അതിൻ്റെതായ ചെറിയൊരു വെള്ളപ്പൊക്കം പോലെ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് വേഗം പോയിട്ടോ. ഞാൻ പറഞ്ഞു ഏട്ടനോട്, ഏട്ടാ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. പിറ്റേ ദിവസം അന്ന് ഏകദേശം ഒരു 6 മണിക്ക്, 8-ാം തീയതി 6 മണിക്ക് വീട്ടിൽ നിന്ന് 6 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോയി. അവിടെ വണ്ടൂരെത്തി മിംസ് ഹോസ്പിറ്റലിലെത്തി. നേരെ പോയത് ലേബർ റൂമിലേക്കാണ്. ഡോക്ടർ ടൈമായിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ കുട്ടീൻ്റെ പിടിപ്പും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം കിടന്നു. പിന്നെ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെറിയൊരു പെയിൻ ഗുളിക തരാൻ പറഞ്ഞു. അങ്ങനെ പെയിൻ ഗുളിക തന്നു. അപ്പം ഏകദേശം ഇടയ്ക്കൊന്ന് ഒരു അരമണിക്കൂർ വിട്ട് കുട്ടീൻ്റെ മിടിപ്പൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മിടിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ പോയി. പിന്നെ 12 മണിക്ക് ശേഷം പോയി. 12 മണി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു 5 മണി 5:15 ആകുമ്പോഴേക്കും ഒന്ന് വന്നേക്കാണ്. ഞാനിങ്ങനെ ഒരു 5:30 വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 5:30 ആയപ്പോൾ കയറി. അപ്പോൾ തന്നെ ജസ്റ്റ് ഒരു പെയിൻ ഇങ്ങനെ വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ മരുന്നുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിൻ്റെ സമയം ഏതായാലും അടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ 2 മക്കളതായതാണ് വേഗം വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു കേട്ടോ. 2 ആൾക്കാരും നോർമൽ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഞാൻ നല്ല തടിയുള്ള ആളാണ് കേട്ടോ. പക്ഷേ മക്കളൊക്കെ ഫുള്ള് നോർമൽ വെയിറ്റ് ആയതുകൊണ്ട് നോർമൽ ഡെലിവറി ആയെന്ന് തന്നെ പറയാത്തൊരു ഭാഗ്യമാണ്. നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ, കാരണം ഇന്നേക്കാട്ടും തടി കുറഞ്ഞ കുട്ടികൾ പോലും അവിടെ പല ആൾക്കാരും പല മഞ്ചേരി ആയിരുന്നോട്ടെ, ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പല ആൾക്കാർക്കും പല സാഹചര്യത്താൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സിസേറിയനൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നോർമൽ ഡെലിവറിയാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്നാലും നമ്മുടെ ഒരു സാഹചര്യമല്ലോ ഓരോന്നും എനിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് ഒന്ന് ഇതാക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് വെള്ളം നന്നായിട്ട് ഡോക്ടറിനെ വെള്ളം പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ വേഗം പോയി ലേബർ റൂമിൽ വേഗം പോയി കയറി കിടന്നു. ഏകദേശം ഒരു 6:30 ആയപ്പോഴേക്കും എൻ്റെ കുഞ്ഞാവ വന്നു. അതോടെ സന്തോഷമായി. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമായിരുന്നു തമ്പുരോ 2 പെൺകുട്ടിയോളല്ലേ, 3ാമത്തേത് ഒരു ആൺകുട്ടി ആവട്ടെ. എല്ലാവരും പ്രാർത്ഥന, എല്ലാവരും പറയും 3ാമത്തെ ഒരു ആൺകുട്ടി ആവട്ടെ. നിർത്തലും കൂടിയാണ്, നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ മക്കളൊക്കെ ഒരു 1.5 വയസ്സിൻ്റെ ഗ്യാപ്പുള്ള ആൾ. പാറുവിനെ അറിയാലോ, പാറു ജനിച്ചത് ഏകദേശം കുറച്ച് വൈകിട്ടാണ്. 5 വർഷമായപ്പോഴാണ് ആളുണ്ടായത്. പിന്നെ അതിന് ശേഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിന് ശേഷം എനിക്ക് ആദ്യത്തെ ഒരു കൺമണിൻ്റെ ആയത്. രണ്ടാമത്തെ ഞങ്ങൾ വേഗം നോക്കി, കാരണം ഇനിയൊരു കുഞ്ഞില്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് തുണയ്ക്ക് തോന്നുന്നുണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പിന്നെ മൂന്നാമത്തെ സത്യം പറയുകയെന്ന് വെച്ചാൽ 3.5 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞാനെന്താ പീരിയഡ്സ് ആവാത്തത്, എന്താ ഇപ്പോൾ ആവാതെ, ചെറിയൊരു ബ്ലീഡിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്ലഡ് ഇങ്ങനെ കട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏകദേശം ഞങ്ങൾ 3 മാസവും 12 ദിവസം 12 ഡേ ആയിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഇങ്ങനെ ഗർഭിണിയാണെന്നുള്ളൊരു കാര്യം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞ് ചെക്കൻ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഞാനൊരു സന്തോഷം അറിയിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റില്ല കുറച്ച് ദിവസം. ഇപ്പോൾ ഞങ്ങൾ സാഹചര്യമൊക്കെ അറിയാലോ, അമ്മ ഒറ്റയ്ക്കാണ്. പിന്നെ ചേച്ചി വരും. ചേച്ചി കല്യാണം കഴിച്ച് പോയത് ഉത്തർപ്രദേശാണ്. അവൾ എത്തുമ്പോൾ കുട്ടികളുടെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, എക്സാം കഴിഞ്ഞപ്പോൾ 30-ാം തീയതി വരും. ടൈം ആകുമ്പോൾ പിന്നെ അമ്മയ്ക്ക് പണിക്ക് പോകാം, കാരണം ആരെങ്കിലും ഇല്ലാതൊക്കെ പറ്റില്ലല്ലോ. എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിന് നമ്മൾക്ക് ചിലവിനൊക്കെ വേണ്ടേ. പിന്നെ ഏട്ടനായിരുന്നു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ, ഏട്ടനായിരുന്നു മനസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റേതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ അടവ് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽക്കൂടെ. എന്നാലും ഏട്ടനെ കൊണ്ട് കഴിയണത് ഏട്ടനും നോക്കണ്ടേ. പിന്നെ 2 കടുകുമണികൾ അവിടെയാണ്, ഫാറും ചാരും അവിടെയാണ്, ഏട്ടൻ്റെ വീട്ടിലാണ്. കുഴപ്പമൊന്നുമില്ല. ഇതിന് വിഷുവൊക്കെ ആയിട്ട് വരികയായിരിക്കും 2 മക്കളും. അപ്പോൾ ഇങ്ങനെ ചെറിയ നിർത്തലും കൂടി ആകുമ്പോൾ ചെറിയൊരു വലിയ സ്റ്റിച്ചൊന്നുമില്ല, ചെറിയൊരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറവായി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞാവായതിൻ്റെ ഒരു വിശേഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ, കാരണം നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നോർമൽ ഡെലിവറിയാണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. കുഞ്ഞാണ് ഞാനൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അല്ലാത്ത ആൾക്കാരാണ്, ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന എന്തായാലും തമ്മൊരു വീഡിയോ ഇടാത്തുന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന കാര്യങ്ങൾ പിന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു, ഒരുപാട് ആൾക്കാരോട് വന്നിരുന്നു ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരോടും പറയണം, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണോളം ഓപ്ഷൻ നോക്കിയാൽ ഞാനുള്ള ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളിവിടെ ഉഷാറായിട്ടിരിക്കുന്നു, കുഞ്ഞാവെ ഞാനൊക്കെ ഉഷാറായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്.